ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന് ഹാജരാകാൻ നോട്ടീസ് അയച്ച് പ്രത്യേക അന്വേഷണ സംഘം. ചോദ്യം ചെയ്യലിന് അടിയന്തരമായി ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ അയച്ച നോട്ടീസിൽ പത്മകുമാർ ഹാജരായിരുന്നില്ല. പ്രസാദ് MJ ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദ്, ഇത്തരത്തിലൊരു നോട്ടീസ് നേരത്തെ എൻ വാസുവിന് അയച്ചിരുന്നു. അതിലൊരു സാവകാശമൊക്കെ എൻ വാസു തേടിയിരുന്നു. പിന്നീടുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അത് പിന്നെ എൻ വാസുവിന്റെ റിമാൻഡിലേക്ക് അടക്കം എത്തിയിരിക്കുന്നു. ഇപ്പോൾ മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനും നോട്ടീസ് അയച്ചിരിക്കുന്നു അന്വേഷണ സംഘം. പത്മകുമാറിന്റെ മറുപടി എത്തരത്തിലാണ്? ഹാജരാകാൻ സാധ്യതയുണ്ടോ? കാളിദാസ, അടുത്ത ആഴ്ചയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാലാവധി ഹൈക്കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നോ നാളെയോ തന്നെ ഇപ്പോഴുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കും. ഇനിയുള്ള ഒരാഴ്ചക്കാലമായിരിക്കും നിർണായകമായ നീക്കങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. അതിന് ഇന്നലെ ആയിരുന്നു സംസ്ഥാനം ഉറ്റുനോക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സംഘം എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതോടുകൂടിയാണ് രാഷ്ട്രീയമാനങ്ങൾക്ക് അതീതമായി ഉള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഈ മാസം 23 വരെ റിമാൻഡിലുള്ള എൻ വാസു ഇപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിലാണ് കഴിയുന്നത്. തുടർന്നാണ് ബാക്കി മുരാരി ബാബു, ഡി സുധീർ കുമാർ, മുൻ ദേവസ്വം കമ്മീഷണർ ബൈജു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെല്ലാം ഇപ്പോൾ അന്വേഷണത്തിന്റെ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 2 കേസുകളിൽ രജിസ്റ്റർ ചെയ്തതിലെ രണ്ടാമത്തെ കേസിലാണ് 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറും അദ്ദേഹത്തിന്റെ ആ കാലയളവിലുള്ള അംഗങ്ങളിലേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. ഈ എൻ വാസുവിനെതിരെ ഇതുപോലെ അന്വേഷണ സംഘം നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമ്മർദ്ദവും മറ്റുള്ള ഈ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം അന്ന് ഹാജരാകാതിരുന്നത്. അതിൽ താൻ കുറ്റക്കാരനല്ലെന്നും ആ കാലഘട്ടത്തിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുമാണ് ഇതിന് കുറ്റക്കാരെന്നതൊക്കെയാണ് അന്വേഷണ സംഘത്തിനും മാധ്യമങ്ങൾക്ക് മുമ്പ് എൻ വാസു മറുപടി നൽകിയിരുന്നെങ്കിലും എൻ വാസുവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സുധീർ കുമാറുമായി പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഇന്നലെ നാടകീയമായ രീതിയിൽ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. തുടർന്ന് രണ്ടാമത്തെ കേസിൽ, ഈ കട്ടളപ്പാളി കേസിൽ 8ാം പ്രതിസ്ഥാനത്താണ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് എ പത്മകുമാർ നിലവിലുള്ളത്. അദ്ദേഹം CPM സംസ്ഥാന ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. ഏകദേശം ഒരു 50 വർഷത്തോളം CPM പാരമ്പര്യമുള്ള ആറന്മുളയിലെ ഒരു പാർട്ടി അംഗം കൂടിയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കോന്നി MLA ആയിരുന്നു. തുടർന്ന് ഈ സമീപകാലങ്ങളിൽ അദ്ദേഹം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ചില പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതായത് ഇപ്പോഴത്തെ ഈ ആറന്മുളയിലെ MLAയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ വീണ ജോർജിനെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എ പത്മകുമാർ നടത്തിയ ചില ഫേസ്ബുക്ക് പരാമർശങ്ങൾ പാർട്ടി നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു. അതിന് അദ്ദേഹത്തിന് താക്കീത് നൽകിയിരുന്നു. തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തെ തരംതാഴ്ത്തി ഇപ്പോൾ കോഴഞ്ചേരി ഏരിയ കമ്മിറ്റിയിലാണ് അദ്ദേഹം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ CPM നേതൃത്വം കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. അദ്ദേഹം പത്തനംതിട്ടയിൽ SITയുടെ ഓഫീസിലോ അതല്ലെങ്കിൽ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലോ എത്താനാണ് തീരുമാനമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാളിദാസ. ശരി, പ്രസാദ് MJ ആണ് വിവരങ്ങൾ നൽകിയത്.